ഹലോ എവരി വൺ വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫസ്റ്റ് സെമസ്റ്റർ ബിഫാമിലെ ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസിലുള്ള നോൺ അക്വസ് ടൈട്രേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ബാലൻസ് പോർഷനാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ആയിട്ട് എന്താണ് നോൺ അക്വസ് ടൈട്രേഷൻ എന്ന് തന്നെ അതിൽ അക്വസ് ടൈട്രേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സോൾവൻറ്റ് സിസ്റ്റത്തിനെ പറ്റിയിട്ടും ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ അതും കൂടി കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ആ വീഡിയോയുടെ കണ്ടിന്യൂഷനാണിത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് എന്താണ് ആസിഡിമെട്രി, എന്താണ് ആൽക്കലിമെട്രി, അതുപോലെ തന്നെ എസ്റ്റിമേഷൻ ഓഫ് സോഡിയം ബെൻസോയേറ്റ് ആൻഡ് എഫിഡ്രിൻ ഹൈഡ്രോക്ലോറൈഡ്. ഇത്രയും ടോപ്പിക്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആൽക്കലിമെട്രിയാണ്. സോ എന്താണ് ആൽക്കലിമെട്രി എന്ന് നോക്കാം. ദി ആൽക്കലിമെട്രി ഈസ് ഡിഫൈൻഡ് ആസ് ദി ടൈട്രേഷൻ ഓഫ് വീക്ക് ആസിഡ്സ്. അപ്പോൾ എന്താണ് ആൽക്കലിമെട്രി എന്ന് പറയുന്നത്? വീക്ക് ആസിഡ്സിൻ്റെ ടൈട്രേഷനെയാണ് നമ്മൾ ആൽക്കലിമെട്രി എന്ന് പറയുന്നത്. ഇൻ വിച്ച് ദി ഡിറ്റർമിനേഷൻ ഓഫ് അൺനോൺ കോൺസെൻട്രേഷൻ ഓഫ് ആസിഡ് സൊല്യൂഷൻസ് യൂസിങ് ദി സ്റ്റാൻഡേർഡ് ബേസിക് സൊല്യൂഷൻസ്. അതായത് ബേസിക് ആയിട്ടുള്ള സൊല്യൂഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ആസിഡ് സൊല്യൂഷൻസിൻ്റെ കോൺസെൻട്രേഷൻ, അൺനോൺ കോൺസെൻട്രേഷൻ എത്രയാണ് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് ആൽക്കലിമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആൽക്കലിമെട്രി വെച്ചിട്ട് നമുക്ക് ബാർബിറ്റുറേറ്റ്സ്, അതുപോലെ തന്നെ ബെൻസോയിക് ആസിഡ്സ്, നാലിഡിക്സിക് ആസിഡ്, ഇങ്ങനെയുള്ള സാമ്പിൾസിൻ്റെ എല്ലാം കോൺസെൻട്രേഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം എന്താണ്? അസിഡിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ്. ആൻഡ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സോൾവൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ആൻഹൈഡ്രസ് പിരിഡിൻ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡൈമീഥൈൽ ഫോർമമൈഡ് യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ് ഓൾസോ ബ്യൂട്ടൈൽ അമൈനും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല നമ്മുടെ സോൾവൻസ് എന്ന് പറയുന്നത്, ഇനിയും ഒരുപാട് സോൾവൻസ് ഉണ്ട്. ജസ്റ്റ് ഇവിടെ എക്സാമ്പിൾസ് മാത്രമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈട്രൻ്റ് എന്ന് പറയുന്നത് ടെട്രാ ബ്യൂട്ടൈൽ അമോണിയം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യാം. അതല്ല എങ്കിൽ സോഡിയം മീത്തോക്സൈഡ്, ലിഥിയം മീത്തോക്സൈഡ്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ടൈട്രൻ്റായിട്ട്. അതായത് നമ്മൾ ടൈട്രൻ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ടൈട്രേഷൻ പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്യൂററ്റിൽ ഫില്ല് ചെയ്യത്തില്ലേ, ആ ഒരു സൊല്യൂഷനെയാണ് നമ്മൾ ടൈട്രൻ്റ് എന്നതുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഇൻഡിക്കേറ്റർ. ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിരിക്കുന്നത് ഏതാണ്? തൈമോൾ ബ്ലൂ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഓർത്തോ നൈട്രോ അനിലിനും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ തൈമോൾ ബ്ലൂ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ടൈട്രേഷൻ പ്രൊസീജിയർ ചെയ്യുന്നതെങ്കിൽ എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്ത് കളറാവാം? പിങ്ക് ടു ബ്ലൂ കളറായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനായിട്ടുള്ളത് ആസിഡിമെട്രിക് ടൈട്രേഷൻ ആണ്. സോ വാട്ട് ഈസ് ആസിഡിമെട്രിക് ടൈട്രേഷൻ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ടൈട്രേഷൻ ഓഫ് വീക്ക് ബേസസ്. അപ്പോൾ വീക്ക് ബേസസിൻ്റെ ടൈട്രേഷനെയാണ് നമ്മൾ ആസിഡിമെട്രിക് ടൈട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൽക്കലിമെട്രിക് ടൈട്രേഷൻ ആയിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? വീക്കായിട്ടുള്ള ആസിഡ്സിൻ്റെ ടൈട്രേഷനെയാണ് നമ്മൾ ആൽക്കലിമെട്രി എന്ന് പറയുന്നത്. അതേസമയം വീക്കായിട്ടുള്ള ബേസസിൻ്റെ ടൈട്രേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഏതാണ്? ആസിഡിമെട്രിക് ടൈട്രേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിച്ച് ഇൻവോൾവ്സ് ദ ഡിറ്റർമിനേഷൻ ഓഫ് അൺനോൺ കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കലൈൻ സൊല്യൂഷൻ ബൈ യൂസിങ് ദി സ്റ്റാൻഡേർഡ് ആസിഡിക് സൊല്യൂഷൻസ്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആസിഡിക് സൊല്യൂഷൻസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് അൺനോൺ കോൺസെൻട്രേഷൻ ഓഫ് ആൽക്കലി സബ്സ്റ്റൻസസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആൻഡ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സാമ്പിൾസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സോഡിയം ബെൻസോയേറ്റ് ആൻഡ് എഫിഡ്രിൻ, മോർഫിൻ, ഇതൊക്കെയാണ് നമ്മളിതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന സബ്സ്റ്റൻസസ് ഒക്കെ നമുക്ക് ആസിഡിമെട്രിക് ടൈട്രേഷൻ വെച്ചിട്ട് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? ടൈട്രൻ്റ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? പെർക്ലോറിക് ആസിഡ്, ആസറ്റിക് ആസിഡാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ടൈട്രൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന സോൾവൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഐദർ നമുക്ക് ന്യൂട്രൽ ആയിട്ടുള്ള സോൾവൻസും യൂസ് ചെയ്യാം, അതുപോലെ ആസിഡിക് ആയിട്ടുള്ള സോൾവൻസും നമുക്കിവിടെ യൂസ് ചെയ്യാം. ആൻഡ് ആസിഡിക് ആയിട്ടുള്ള സോൾവൻസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുവാണ് ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് ആൻഡ് അസറ്റിക് ആൻഹൈഡ്രൈഡ്. അതുപോലെ തന്നെ ന്യൂട്രൽ ആയിട്ടുള്ള സോൾവൻസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുവാണ് ആൽക്കഹോൾ ആൻഡ് ബെൻസീൻ. ആൻഡ് ഇവിടെ നമ്മൾ അതായത് ആസിഡിമെട്രിക് ടൈട്രേഷനിൽ നമ്മൾ ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് ക്രിസ്റ്റൽ വയലറ്റും അതുപോലെ തന്നെ 1 നാഫ്തോൾ ബെൻസൈനും ആണ് യൂസ് ചെയ്യുന്നത്. ക്രിസ്റ്റൽ വയലറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടൈട്രേഷൻ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വയലറ്റ് ടു ഗ്രീൻ കളറായിരിക്കും നമ്മുടെ ഇവിടുത്തെ എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ ഇതാണ് നമ്മുടെ ആസിഡിമെട്രിയും അതുപോലെ തന്നെ ആൽക്കലിമെട്രിക് ടൈട്രേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനായിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് എസ്റ്റിമേഷൻ ഓഫ് സോഡിയം ബെൻസോയേറ്റും അതുപോലെ തന്നെ എസ്റ്റിമേഷൻ ഓഫ് എഫിഡ്രിൻ ഹൈഡ്രോക്ലോറൈഡും ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എസ്റ്റിമേഷൻ ഓഫ് സോഡിയം ബെൻസോയേറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതെന്താണ്, ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ബൈ നോൺ അക്യൂസ് ടൈട്രേഷൻ, അത് നമുക്കറിയാമല്ലോ. ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സോഡിയം ബെൻസോയേറ്റ് ഈസ് എ വീക്ക് ബേസ് ആൻഡ് ഇറ്റ് ഈസ് ഡിസോൾവഡ് ഇൻ ദി ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് ആൻഡ് ടൈട്രേറ്റഡ് വിത്ത് ദി പെർക്ലോറിക് ആസിഡ് യൂസിങ് ദി ഇൻഡിക്കേറ്റർ 1 നാഫ്തോൾ ബെൻസെയിൻ വിച്ച് പ്രൊഡ്യൂസസ് ദി എമറാൾഡ് ഗ്രീൻ കളർ ഓൺ എൻഡ് പോയിന്റ്. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇവിടുത്തെ നമ്മുടെ സോഡിയം ബെൻസോയേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വീക്കായിട്ടുള്ള ബേസ് ആണ്. അപ്പോൾ വീക്ക് ബേസിനെ നമ്മൾ ടൈട്രേഷൻ ചെയ്യുന്ന മെത്തേഡ് ഏതാണ്, നമ്മുടെ ആസിഡിമെട്രി ആണല്ലോ. അപ്പോൾ ആസിഡിമെട്രിക് ടൈട്രേഷനാണ് നമ്മൾ ബേസിക് ആയിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ ഒരു സോഡിയം ബെൻസോയേറ്റ് എന്ന് പറയുന്നത് എന്താണ്, വീക്കായിട്ടുള്ള ബേസാണ്. സോ ഇതിന് നമ്മൾ സോൾവെൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡാണ്. അപ്പോൾ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡിലേക്ക് സോൾവ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ടൈട്രൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് പെർക്ലോറിക് ആസിഡാണ്. സോ പെർക്ലോറിക് ആസിഡ് വെച്ചിട്ട് ഇതിനെ ടൈട്രേറ്റ് ചെയ്യുവാണ്. ആൻഡ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ 1 നാഫ്തോൾ ബെൻസീൻ ആണ്. അപ്പോൾ 1 നാഫ്തോൾ ബെൻസീൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ എന്താണ്, അതിൻ്റെ എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് എമറാൾഡ് ഗ്രീൻ കളറിൻ്റെ അപ്പിയറൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ പ്രിൻസിപ്പിളിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഇക്വേഷനാണ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന എന്താണ്, സോഡിയം ബെൻസോയേറ്റ് ആണ്. നമ്മുടെ സോഡിയം ബെൻസോയേറ്റും അതുപോലെ തന്നെ പെർക്ലോറിക് ആസിഡും കൂടെ റിയാക്ട് ചെയ്യുവാണ്. അതിനുശേഷം നമുക്ക് ബെൻസോയിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇതെന്താണ്, ബെൻസോയിക് ആസിഡാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ സോഡിയം പെർക്ലോറേറ്റും കൂടെ ഫോം ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് നമുക്കിവിടെ ബേസിക് ആയിട്ട് എൻ്റെ പ്രിൻസിപ്പൽ പോർഷനിൽ പറയാനായിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് പറയാനായിട്ടുള്ളത് പ്രൊസീജിയറാണ്. പ്രൊസീജിയർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ആദ്യം നമ്മൾ 0.25 ഗ്രാം സോഡിയം ബെൻസോയേറ്റ് വെയ് ചെയ്തെടുക്കുക. ദെൻ അതിനുശേഷം അതിനൊരു കോണിക്കൽ ഫ്ലാസ്കിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. അതുപോലെ തന്നെ അതിലേക്ക് 20 ml ഓഫ് ആൻഹൈഡ്രസ് ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആൻഹൈഡ്രസ് ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഏതെന്ന് പറയുന്നത്, സോൾവെൻ്റ് എന്ന് പറയുന്നത്. സോ അതിലേക്ക് എടുത്ത് ഡിസോൾവ് ചെയ്യുക. ആൻഡ് ഇഫ് നെസസറി, അതായത് അത് ഡിസോൾവ് ചെയ്യാനായിട്ട് ഡിസോൾവ് പ്രോപ്പറായിട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ ഡിസോൾവ് ചെയ്യാൻ നമുക്ക് വാം ചെയ്ത് കൊടുക്കാം. ദെൻ അതിനെ കൂൾ ചെയ്യണം. വാം ചെയ്ത് അതിനെ കൂൾ ചെയ്തതിന് ശേഷം നമ്മൾ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യുന്നത് 1 നാഫ്തോൾ ബെൻസെയിൻ ആണ്. ആൻഡ് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുവാണ്, അതിനെ പെർക്ലോറിക് ആസിഡ് വെച്ചിട്ട് ടൈട്രേറ്റ് ചെയ്യുവാണ്. ആൻഡ് ദ എൻഡ് പോയിന്റ് ഈസ് ദ അപ്പിയറൻസ് ഓഫ് എമറാൾഡ് ഗ്രീൻ കളർ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ എറേഴ്സ് റിഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു ബ്ലാങ്ക് ടൈട്രേഷനും കൂടെ ചെയ്യണം. അതായത് ബ്ലാങ്ക് ടൈട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാണോ നമ്മൾ പ്രൊസീജിയർ ക്യാരി ഔട്ട് ചെയ്തത് അതുപോലെ തന്നെ, പക്ഷേ അവിടെ നമ്മൾ നമ്മുടെ സാമ്പിൾ, അതായത് സോഡിയം ബെൻസോയേറ്റിനെ നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള എല്ലാം നമ്മുടെ ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ ഏതാണ് സോൾവെൻ്റ് അതും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പെർക്ലോറിക് ആസിഡിന് എഗ്നീസ്റ്റ് ആയിട്ട് നമ്മൾ ടൈട്രേറ്റ് ചെയ്യണം. അതിനെയാണ് നമ്മളിവിടെ ബ്ലാങ്ക് ടൈട്രേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, 1 ml of 0.1 molar പെർക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഇക്വലൻ്റ് ടു 0.01441 ഗ്രാം ഓഫ് സോഡിയം ബെൻസോയേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ആ ഒരു സാമ്പിളിൽ പ്രസൻ്റ് ആയിട്ടുള്ള സോഡിയം ബെൻസോയേറ്റ് കണ്ടുപിടിക്കേണ്ടത് എന്നതിൻ്റെ ഇക്വേഷനാണ്. ദി പെർസെൻറ്റേജ് ഓഫ് സോഡിയം ബെൻസോയേറ്റ് ഈക്വൽ ടു വോള്യൂം ഓഫ് പെർക്ലോറിക് ആസിഡ് ഇൻറ്റു നോർമാലിറ്റി, അതാണ് നമ്മൾ N കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇക്വലൻ്റ് വെയിറ്റ് ഫാക്ടറാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സാമ്പിൾ ഇൻറ്റു 0.1. വെയിറ്റ് ഓഫ് സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എത്ര ഗ്രാമാണോ സോഡിയം ബെൻസോയേറ്റ് എടുത്തത് അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ 0.1 എന്ന് പറയുന്നത് എന്താണ്, നമ്മളിവിടെ മൊളാരിറ്റി, പെർക്ലോറിക് ആസിഡിൻ്റെ മൊളാരിറ്റിയാണ് നമ്മളിവിടെ 0.1 കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞിട്ടുണ്ട് വോള്യൂം ഓഫ് പെർക്ലോറിക് ആസിഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ വോള്യൂം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ സോഡിയം ബെൻസോയേറ്റും അതുപോലെ തന്നെ നമ്മുടെ ഏതാണ് സോൾവെൻറ്റും ഇൻഡിക്കേറ്ററും കൂടി നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ടൈട്രേഷൻ ചെയ്തില്ലേ പെർക്ലോറിക് ആസിഡിന് എഗ്നിസ്റ്റ് ആയിട്ട്, അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ, അതുപോലെ തന്നെ നമ്മൾ ബ്ലാങ്ക് ടൈട്രേഷൻ ചെയ്തപ്പോൾ, ബ്ലാങ്ക് ടൈട്രേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡും അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്ററും മാത്രം ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, പെർക്ലോറിക് ആസിഡിൻ്റെ എഗ്നിസ്റ്റ് ആയിട്ട് ടൈട്രേഷൻ ചെയ്യുന്നതിന് ആ ഒരു പ്രൊസീജിയറാണ് നമ്മൾ ബ്ലാങ്ക് ടൈട്രേഷൻ എന്ന് പറയുന്നത്. അപ്പം ബ്ലാങ്ക് ടൈട്രേഷനിൽ നമുക്ക് എത്രയാണോ വാല്യൂ കിട്ടിയത് അതിന് നമ്മൾ ആക്ച്വൽ ടൈട്രേഷനിൽ നിന്നും കിട്ടിയ വാല്യൂസുമായിട്ട് നമ്മൾ മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നതാണ് വോള്യൂം ഓഫ് പെർക്ലോറിക് ആസിഡ് എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ആണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് സോഡിയം ബെൻസോയേറ്റിൻ്റെ എസ്റ്റിമേഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനായിട്ടുള്ളത് എസ്റ്റിമേഷൻ ഓഫ് എഫിട്രിൻ ഹൈഡ്രോക്ലോറൈഡ് ആണ്. സോ എന്താണ് എസ്റ്റിമേഷൻ ഓഫ് എഫിട്രിൻ ഹൈഡ്രോക്ലോറൈഡ് ഈസ് ഡൺ ബൈ ദി ആസിഡിമെട്രിക് ടൈട്രേഷൻ.
അസിഡിമെട്രിക് ടൈട്രേഷൻ വെച്ചിട്ടാണ് നമ്മൾ എഫിഡ്രിൻ ഹൈഡ്രോക്ലോറൈഡിൻ്റെ എസ്റ്റിമേഷൻ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു പ്രോസസ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഫിഡ്രിൻ ഹൈഡ്രോക്ലോറൈഡ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലോറൈഡ് അയോൺസ് പ്രസൻ്റ് ആണ്. പക്ഷേ ഇവിടെ പ്രസൻ്റ് ആയിട്ടുള്ള ക്ലോറൈഡ് അയോൺസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? വീക്കായിട്ടുള്ള പ്രോട്ടോൺ ആക്സെപ്റ്റേഴ്സ് ആണ്. സോ ഇതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇക്വലൻ്റ് ക്വാണ്ടിറ്റി ഓഫ് അസറ്റേറ്റ് അയോൺസ് വരികയാണ്. എങ്ങനെയാണ് നമ്മൾ മെർക്കുറിക് അസറ്റേറ്റ് അഡീഷൻ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ എഫിഡ്രിൻ ഹൈഡ്രോക്ലോറൈഡിലുള്ള ക്ലോറൈഡിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അവിടെ എന്ത് വരുന്നുണ്ട്? അസറ്റേറ്റ് അയോൺസ് വരുന്നത്. ആൻഡ് ഈ ഒരു അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ പെർക്ലോറിക് ആസിഡിനെ എഗനിസ്റ്റ് ആയിട്ട് ടൈട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള എൻഡ് പോയിന്റും കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഏതാണ്? മീഥൈൽ ഓറഞ്ച് സൊല്യൂഷനാണ് നമ്മളിവിടെ ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ പറയുന്നതാണ് ഇക്വേഷൻ. വേറൊന്നുമല്ല, നമ്മൾ ആദ്യം പറഞ്ഞതൊക്കെ തന്നെയാണ്. അപ്പോൾ അതും കൂടിയിട്ടൊന്ന് നോക്കുക. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനായിട്ടുള്ളത് ഇതിൻ്റെ പ്രൊസീജിയറാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? വെയ്റ്റ് ആക്യുറേറ്റ് അബൌട്ട് 0.17 gram ഓഫ് എഫിഡ്രിൻ ഹൈഡ്രോക്ലോറൈഡ് ആൻഡ് ട്രാൻസ്ഫർ ഇൻ ടു എ കോണിക്കൽ ഫ്ലാസ്ക്. ദെൻ ഇതിനെ കോണിക്കൽ ഫ്ലാസ്കിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഇതിലേക്ക് 10 ml ഓഫ് മെർക്കുറിക് അസറ്റേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ അതിനൊന്ന് ജെന്റ്ലി വാം ചെയ്ത് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് നന്നായിട്ട് ഡിസോൾവ് ആവാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. ദെൻ അതിലേക്ക് ആ ഒരു മിക്സ്ചറിലോട്ട് നമ്മൾ അഗെയിൻ 50 ml അസറ്റോൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അതും നന്നായിട്ട് മിക്സ് ചെയ്യുക. ദെൻ അതിലേക്ക് നമ്മുടെ മീഥൈൽ റെഡ് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? 0.1 നോർമൽ ഓഫ് പെർക്ലോറിക് ആസിഡിന് എഗനിസ്റ്റ് ആയിട്ട് നമ്മൾ അതിനെ ടൈട്രേറ്റ് ചെയ്യുക. ദെൻ ഓൾസോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, നേരത്തെ പ്രൊസീജിയറിൽ ചെയ്തതുപോലെ തന്നെ ബ്ലാങ്ക് ടൈട്രേഷന് നമ്മളിവിടെ ചെയ്യണം. ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 0.1 മോളാർ പെർക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് ഇക്വലൻ്റ് ടു 0.02017 gram ഓഫ് എഫിഡ്രിൻ ഹൈഡ്രോക്ലോറൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെയും എഫിഡ്രിൻ ഹൈഡ്രോക്ലോറൈഡിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇക്വേഷനാണ് വോളിയം ഓഫ് പെർക്ലോറിക് ആസിഡ് യൂസഡ് ഇൻറ്റു നോർമാലിറ്റി ഇൻറ്റു 0.02017 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ വെയ്റ്റ് ഓഫ് സാമ്പിൾ ഇൻറ്റു 0.1. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ വോളിയം ഓഫ് പെർക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ടൈട്രേഷനിൽ കിട്ടിയ വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ബ്ലാങ്ക് ടൈട്രേഷനിൽ നിന്നും മൈനസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് അവിടെ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇതോട് കൂടിയിട്ട് നമ്മുടെ നോൺ അക്വസ് ടൈട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് കിട്ടാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.